പേരുകൊണ്ടും ഉള്ളടക്കം കൊണ്ടും വ്യത്യസ്തമാണ് കോഴിക്കോട് സ്വദേശിനി ഫാത്തിമ ഫസീലയുടെ പുസ്തകം. യാത്രയും കഥയും ഭക്ഷണവും ഇഷ്ടപ്പെടുന്നവർക്ക് ഈ രചന ആസ്വദിക്കാനാകും. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നിന്നുള്ള വിശേഷങ്ങൾ കാണാം. നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴുള്ള ഒരു മണങ്ങൾ, അതുപോലെ ഈ ഫുഡ് ഡെക്കറേറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു സൗന്ദര്യം, പിന്നെ ഈ ഫുഡിൻ്റെ ശബ്ദങ്ങൾ, നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ശബ്ദങ്ങൾ. വ്യത്യസ്തമായ പേരുള്ള വ്യത്യസ്തമായൊരു പുസ്തകമായിട്ടാണ് കോഴിക്കോട്ടുകാരി ഫാത്തിമ ഫസീല ഷാർജ പുസ്തകോത്സവത്തിലെത്തിയിട്ടുള്ളത്. ആ സ്വാദ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. സത്യത്തിൽ ഇതൊരു പാചകക്കുറിപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല, യാത്രാ വിവരണമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, കവിതയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, കഥയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, ഇതെല്ലാം കൂടിയതാണ്. ഇതെങ്ങനെയാണ് ഒരു ആശയം ഉണ്ടാകുന്നത്? ആശയം ബേസിക്കലി ഞാൻ ഒരു പോയിറ്റാണ്. അപ്പം കവിതകളാണ് പ്രസിദ്ധീകരിക്കൽ. പിന്നെ ഭയങ്കര ഫുഡ് ലവറാണ്. ഒരുപാട് കഴിക്കല്ല, എല്ലാം ടേസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു വിചാരമുള്ള ആളാണ് ഞാൻ. ഈ ഫുഡിനെ ഒരു കവിതയായി കാണുന്നത് വെച്ചാൽ വിഷ്വൽ ഇമേജ്, നമ്മൾ കവിതയിലുള്ള കുറച്ച് ടെക്നിക്സ് ഉണ്ട്. ഓൾഫാക്ടറി ഇമേജ്, സ്മെല്ലിൻ്റെ, ഓഡിറ്ററി ഇമേജ്, ഇതെല്ലാ ഇമേജും എനിക്ക് ആ ഫുഡിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കവിതനെയും ഫുഡിനെയും ഒരുപോലെ എടുക്കുന്നത് കൊണ്ട് അപ്പോൾ എൻ്റെ ഒരു എഴുത്തിനെ ഈ ഒരു ഭക്ഷണത്തിനെയും ഒന്ന് ഒരുമിപ്പിക്കാമെന്ന് വിചാരിച്ചതാണ് ഈ ഒരു പുസ്തകം. ഇതിലിപ്പോൾ എത്ര കഥകളുണ്ട്, അതേപോലെ എത്ര റെസിപ്പി ഉണ്ടാവും? അപ്പോൾ ഇതിലൊരു 12 ചാപ്റ്റേഴ്സാണ്. പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാൾക്ക് റെസിപ്പി ബുക്കിൻ്റെ ഒരു ആവശ്യകത അത്ര ഫീൽ ചെയ്യല്ല. അപ്പോൾ എങ്ങനെ ഈ റെസിപ്പികളെ കഥകളിലൂടെ കൊണ്ടുവരാമെന്നാണ് ആദ്യം ശ്രദ്ധിച്ചത്. പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ വെറും ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ഒരു അളവും അല്ലല്ലോ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളെ സൗഹൃദം, നമ്മളെ ഒരുപാട് ഇമോഷൻസ് കണക്ട് ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ് ഭക്ഷണം. അപ്പോൾ അതിനെ നമ്മളെ ഓരോരോ യാത്രകളുണ്ട്. ടെയിൽസ് ഓഫ് ട്രാവൽ ആൻഡ് ടേസ്റ്റ് എന്നാണ് ബുക്കിൻ്റെ പേര്. അപ്പോൾ യാത്രകളിൽ പരിചയപ്പെടുന്ന പുതിയ ആളുകൾ, പുതിയ രുചികൾ, പിന്നെ ഓരോ പ്രസൻറ്റേഷൻസ്, ഇതൊക്കെ ഇത് നമ്മളൊരു സാഹിത്യപ്രേമിക്ക് അവർക്ക് ആവശ്യമുള്ളതും കിട്ടുന്നത്. ഇതിലൂടെ റെസിപ്പി വേണ്ട ആളുകൾക്ക് റെസിപ്പിയും കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഈ പേരുണ്ടാകുന്നത്? സത്യം പറഞ്ഞാൽ പല ആളുകളുടെ പുസ്തകത്തിന് ഞാൻ പേരിട്ട് കൊടുക്കാറുണ്ട്, കവിതകൾക്കും പേരിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പുസ്തകം വന്നപ്പം സ്വന്തം കുഞ്ഞിന് പേരിടുന്ന പോലത്തെ ഒരു പ്രയാസം ഞാൻ അനുഭവിച്ച്. പക്ഷെ ഫൈനലി എനിക്ക് രക്ഷയ്ക്കെത്തിയത് നമ്മളെ മലയാളത്തിലെ പ്രമുഖ കവി എസ് കലേഷാണ് ആസ്വാദ് എന്ന് പറഞ്ഞ ഈ ഒരു പുസ്തകത്തിന് പേരിട്ട് തന്നത്. എന്തായാലും കഥ ഇഷ്ടപ്പെടുന്നവർക്ക്, ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്ക്, യാത്ര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആസ്വദിക്കാം. ആസ്വാദ്. യാസർ അറഫാദിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ഷാർജ.